എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല റബ്ബേ. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ. നമ്മുടെ സമൂഹത്തിലെ ഒരു പണ്ഡിതൻ രോഗശയ്യയിലാണെന്നുള്ള കാര്യം നമ്മളെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അറിവിൻ്റെ പ്രകാശം പകരുന്ന പണ്ഡിതർ സമൂഹത്തിനാകെ മാർഗദർശകരാണ്. അവർ ഇല്ലാത്തിടത്ത് ഇരുട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അറിവ് ഒരുപോലെ എടുത്തു കളയുകയല്ല, പണ്ഡിതന്മാരുടെ മരണത്തോടു കൂടിയാണ് അറിവ് ഇല്ലാതാകുന്നത്. അതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ രോഗബാധിതനാകുമ്പോൾ അത് വെറുമൊരു വ്യക്തിയുടെ പരീക്ഷണമല്ലാതാകുന്നത്, മറിച്ച് മുഴുവൻ സമൂഹത്തിൻ്റെയും പരീക്ഷണമാണ്. എന്നിരുന്നാലും വിശ്വാസികൾക്കുണ്ടാകുന്ന രോഗങ്ങളും കഷ്ടപ്പാടുകളും വെറുതെയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആരെയെങ്കിലും സ്നേഹിച്ചാൽ അവനെ പരീക്ഷിക്കും. ഒരു വിശ്വാസിക്ക് വരുന്ന രോഗവും വിഷമവും കണ്ണുനീരും അവൻ്റെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. അതിനാൽ നമ്മുടെ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അനുഭവിക്കുന്ന ഈ രോഗം അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ കരുണയും ക്ഷമയും നേടിക്കൊടുക്കുന്നതും നമ്മൾക്കായി ഒരു മുന്നറിയിപ്പുമാണ്. അറിവിനെ വിലമതിക്കണമെന്നതിനും പണ്ഡിതന്മാരുടെ സേവനം ജീവിതകാലത്ത് തന്നെ തേടണം എന്നതിനും നമുക്കെല്ലാവർക്കും ചേർന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനായി അള്ളാഹുവോട് ഹൃദയത്തിൽ നിന്ന് തന്നെ ദുആയിരക്കാം. പ്രിയ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ സമൂഹത്തിനുള്ള ഏറ്റവും വലിയ സമ്പത്താണ്. അവർ ഇല്ലെങ്കിൽ